നിങ്ങൾ ഇതുപോലൊരു മാറ്റം ഒരിക്കലും പ്രതീക്ഷിച്ച് കാണില്ല. ചർമ്മത്തിന് തിളക്കം വെക്കാൻ വേറെ ഒന്നും തന്നെ വേണ്ട. ഇതാ തുടക്കത്തിലെ തന്നെ റിസൾട്ട്. നിങ്ങൾ കവിളുകൾ വെളുത്ത് തുടുക്കണോ? ഈ പറയുന്ന പോലെ ഒന്ന് ചെയ്തു നോക്കണേ. നിങ്ങളുടെ കവിളുകൾ വെളുത്ത് തുടുക്കുന്നതാണ്. അതെങ്ങനെയാണെന്നൊക്കെയോ ഉള്ളത് പറയാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത്, ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 നന്ദി. മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് റംസാനിയ. എന്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ്. കവിളുകൾ വെളുത്ത് തുടുക്കാൻ ഒരു അടിപൊളി കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ തുടുക്കുന്നത് കണ്ട് മറ്റുള്ളവർ പോലും ഞെട്ടുന്നതാണ്. നിങ്ങളുടെ കവിള് തുടുക്കാൻ ഇതിലും വലിയ മാർഗം സ്വപ്നത്തിൽ മാത്രം. എന്തായാലും സമയം കളയേണ്ട, നമുക്ക് ആ കവിള് വെളുത്ത് തുടുക്കുന്ന ആ ഒരു പാക്ക് തയ്യാറാക്കാം. അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം. അതിനെന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നുള്ളതും കാണാം. അതിലേക്ക് പോകാം. നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് നമ്മുടെ മുഖം വെളുത്തങ്ങിരിക്കുന്നത്. തീർച്ചയായിട്ടും വെളുത്തിരിക്കും. ഇനി നിങ്ങൾ എന്ത് പാക്ക് ഇട്ടില്ലേലും ഈ ഒരു പാക്ക് ഉപയോഗിച്ചാൽ നിങ്ങളുടെ മുഖം വെളുത്ത് തന്നെ ഇരിക്കുന്നതാണ്. നമുക്ക് വേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് ഓറഞ്ചിൻ അതായത് ബീട്രൂട്ടിന്റെ പൗഡർ ഉണ്ടെങ്കിൽ അതെടുക്കാം, അതല്ലെങ്കിൽ ബീട്രൂട്ട് ജ്യൂസ് എടുക്കാം. ഇവിടെ ഞാൻ ബീട്രൂട്ടിന്റെ പൗഡറാണ് എടുക്കുന്നത്. ബീട്രൂട്ട് ജ്യൂസ് ആണ് എടുക്കുന്നത് ഏറ്റവും നല്ലത്. ഇപ്പം ബീട്രൂട്ട് പൗഡർ വേണമെങ്കിൽ എടുക്കാം, ബീട്രൂട്ട് ജ്യൂസ് വേണം എടുക്കാം. ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ ബീട്രൂട്ടിന്റെ പൗഡറാണ് എടുത്തിരിക്കുന്നത്. അത് എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ ആണ് ബീട്രൂട്ടിന്റെ പൗഡർ എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലമാവിന്റെ പൊടി ചേർത്ത് കൊടുക്കാം. സ്പൂൺ കടലമാവിന്റെ പൊടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ കടലമാവിന്റെ പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ 1 ടേബിൾ സ്പൂൺ കടലമാവിന്റെ പൊടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ അടുത്തതായിട്ട് പോകുന്നത് പുളിയില്ലാത്ത തൈര് ചേർക്കാം. അതിന്റെ മുന്നേ വേറൊരു കാര്യം കൂടി നമ്മൾ ചേർക്കണം, വിട്ടുപോകരുത്. അതായത് നമ്മുടെ ഓറഞ്ച് പീൽ പൗഡർ. ഓറഞ്ച് പീൽ പൗഡർ വളരെ നല്ലതാണ്. നിങ്ങൾ മേടിച്ച് വെക്ക്. അതല്ലെങ്കിൽ ഓറഞ്ച് കഴിച്ചതിന് ശേഷം അതിന്റെ തൊലി ഉണക്കി വെച്ചിട്ട് നിങ്ങൾ അത് ഉപയോഗിക്കാം. അതായിരിക്കും നല്ലത്. ഇപ്പം നിന്റെ കയ്യിൽ ഓറഞ്ചിന്റെ സീസൺ അല്ല ഇവിടെ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഓറഞ്ച് പീൽ പൗഡർ ഓൺലൈൻ വഴി മേടിച്ചതാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ആണ് ഓറഞ്ചിന്റെ പീൽ പൗഡർ ചേർക്കേണ്ടത്. അത് ഞാൻ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി ഇതിലേക്ക് പുളിയില്ലാത്ത തൈര്, കട്ട തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം. വെക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പുളിയില്ലാത്ത കട്ട തൈര് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ പുളിയില്ലാത്ത കട്ട തൈര് ചേർത്തിട്ടുണ്ട്. ഈ കട്ട തൈര് എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഉടച്ചിട്ടാണ് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു പരുവത്തിലിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ എടുക്കുന്ന സമയത്ത് കട്ട തൈര് വേണമെങ്കിലും എടുക്കാം. കാരണം ഇവിടെ ഇടയ്ക്ക് മേടിച്ച സമയത്ത് ഭയങ്കരമായിട്ട് ഫ്രീസറിൽ ഇരിക്കുന്ന രീതി കട്ടൊക്കെ ഇരിക്കുമായിരുന്നു. ഞാനിവിടെ കൂടുതലും തൈര് ഉപയോഗിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാനൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് അങ്ങ് വെച്ച് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. നല്ല പുളിയില്ലാത്ത തൈര്, കട്ട തൈര് എടുക്കുന്നതാണ്. നല്ല തൈര് എടുക്കണം. അതിനുശേഷം മിക്സ് ആക്കി കഴിയുമ്പോൾ ഇതൊരു ക്രീമി പരുവത്തിലായിട്ട് കിടക്കുന്നുണ്ട്. ഇത് ഇനി നിങ്ങൾക്ക് എവിടെയാണ് വെളുക്കേണ്ടത് അവിടെ എല്ലാം നിങ്ങൾക്ക് തേക്കാം. അതല്ലെങ്കിൽ ഫേസിൽ മാത്രമാണ് വെളുക്കേണ്ടതെങ്കിൽ ഇടാവുന്നതാണ്. എന്തായാലും ഇട്ടിട്ടുള്ള ആ ഒരു ലൈവ് ചേഞ്ചസ് ഒക്കെ ഞാൻ കാണിക്കാം. നമ്മുടെ പാക്ക് എന്തായാലും ഇത് ഫേസിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മളിപ്പം ഈ ഒരു പാക്ക് ഉണ്ടാക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജ് വെച്ചിട്ടൊക്കെ ഇടുകയാണെങ്കിൽ നല്ലൊരു സുഖമാണ് ഫേസിന്. ഇത് എല്ലാ കാലാവസ്ഥയ്ക്കും ഒരേപോലെ ചെയ്യാൻ കഴിയുന്നതാണ് ഈ ഒരു പാക്ക്. ഇതുണ്ട്, ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്കിത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം റിസൾട്ടിന് വേണ്ടി. എന്തായാലും ഭയങ്കരമായിട്ട് പൊഴിഞ്ഞു പോകുന്നിടം വരെ നമ്മൾ കാത്തിരിക്കല്. ഫേസിലേക്ക് പിടിക്കുന്നതിന് ഒരു മാക്സിമം ഒരു 5-6 മിനിറ്റ് മാത്രം മതി. 6 മിനിറ്റിന് ശേഷം നമുക്ക് റിസൾട്ട് എന്താണെന്നുള്ളത് നോക്കാം. 6 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ തുടക്കുകയാണ്. വാവ്, തുടച്ചപ്പോൾ ഉള്ള സ്കിന്നിൻ്റെ ആ ഒരു മാറ്റം നിങ്ങൾക്കുണ്ടോ? നല്ല പോലെ സ്കിൻ ഷെയ്ഡ് കൂടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ തന്നെ സാധിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഒരു തുണിയോടെ വെച്ച് ഞാൻ തുടയ്ക്കുകയാണ്. സംഭവം കിടുവാണ്. നല്ല പോലെ സ്കിൻ ഷെയ്ഡ് കൂട്ടിയെടുക്കാൻ സാധിക്കും. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണേ. കണ്ടല്ല, കവിളുകൾ വെളുത്ത് തുടുക്കുന്ന ആ ഒരു പാക്ക് തയ്യാറാക്കിയത്. അത് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടും കണ്ടോ? എന്തായാലും നിങ്ങളും അത് ഉപയോഗിച്ച് നോക്കണേ. നിങ്ങളുടെ കവിളുകൾ വെളുത്ത് തുടുക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും നിങ്ങൾ ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് വന്ന് പറയണേ കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ, അതിന് മറുപടി പറയുന്നതാണ്. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.